Namaskarams. My name is Sriram, otherwise called as Hari. I am a grandson of Palakkad Rama Bhagavathar and I stay in Kalpati. I am happy to meet you all today with another episode of the 100 Agraharams of Palakkad project. The goal of this 100 Agraharams project is to document all the Agraharams of Palakkad with videos, images, interviews with key personalities, office bearers of the village, and get as much data and put them all into a website. And all these Agraharams will be finally available in the website 100agraharams.com, 100agraharams.com. If you have more information about this Agraharam, its history, its past, and all the elders who have made this Agraharam great, kindly comment below in the YouTube video or send it to me as a WhatsApp on the number here. Namaskarams. நமஸ்காரம். இன்னைக்கு நடக்க போகிறது நம்ம காபச்சேரி பிராமண சமூகத்துக்கு கீழுள்ள நம்ம ഒറ്റപ്രകാരം ഗ്രാമത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാക്കും വീഡിയോ റെക്കോർഡിങ്ങാണ് നടക്കുന്നത്. ഇത് 100 വില്ലേജസ് എന്നൊരു പ്രോഗ്രാം ലോഞ്ച് പണി വളരെ കഷ്ടപ്പെട്ട് ചെയ്ത് നിൽക്കുക. ഓഫീസ് ബെയറേഴ്സ് ആദ്യമായി ഞാൻ ഇന്നത്തെ நம்ம സെഷനുக்கு எடிட்டிங் ப்ரோக்ராமுக்கு ஸ்வாகதம் பண்ணி சொல்கிறேன். என் பேர் ரவி വിശ്വനാഥൻ. ഒറ്റപ്രഗ്രാം ബ്രാഹ്മണ അസോസിയേഷനോട് സെക്രട്ടറിയാക്കും. എങ്കൂടെ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വയസ്സാനവർ, ഗ്രാമത്തിലെ മൂന്നാമത്തെ തലമുറയിലെ ഏറ്റവും സീനിയർ മോസ്റ്റും 2 കുംഭാഭിഷേകத்துக்கு നേതൃത്വം കൊടുത്ത രമണി മാമ എന്ന ബാലസുബ്രഹ്മണ്യൻ, കൃഷ്ണൻ മാമ, അമ്പി, പ്രസിഡൻറ്റ് സുപ്പാമണി, ട്രഷറർ നാരായണസ്വാമി, പൂജക്കാരൻ രവി, കാർത്തിക്, അശ്വിൻ വൈസ് പ്രസിഡൻറ്റ്, വിദ്യ, ഉമാമാമി, സുപ്പമാമി, കൃഷ്ണാംബ മാമി ആൻഡ് എൻ വൈഫ് രാജേശ്വരി. എങ്കിൽ ഗ്രാമത്തോട് പ്രധാന ദേവത കൊല്ലപ്പെട്ടത് രാജഗോപാലകൃഷ്ണ സ്വാമിയാക്കും. ഉപദേവത ഗണപതി. രാജഗോപാലകൃഷ്ണ സ്വാമിയോട് ഹിസ്റ്ററിയെ ചൊല്ലണാൽ ഫസ്റ്റ് പാലക്കാട്ടുക്ക് വന്ന തഞ്ചാവൂരിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്ന് വന്ന ഫസ്റ്റ് ആൻസിസ്റ്റർ ഫാമിലി ഫസ്റ്റ് കുടിയേറി പാത്തിരിക്കുന്നത് ഓട്ടുപുര ഗ്രാമത്തിലേക്കും. அந்த ஓட்டுப்புற கிராமத்தில் பிரதான தேவதையாக்கும் ராஜகோபாலகிருஷ்ண சுவாமி. இந்த கோவிலோட உத்பவம் என்னன்னு கேட்டுக்கഴിഞ്ഞാൽ അന്നേക്ക് അവ വന്ന് பார்த்து പ്രശ്നവിധാനയിൽ ചിന്തിച്ച് பார்த்தപ്പോൾ இந்த கோ சாநித்தியத்தோடு கண்டது. அங்கே அந்த கோ சாநித்தியம் കണ്ടതുകൊണ്ടാക്കും ഇതിന് ദേവതയ്ക്ക് രാജഗോപാലകൃഷ്ണ സ്വാമി എന്ന് പേര് പൊട്ടാവുക. അപൂർവമായിട്ട് രാജഗോപാലകൃഷ്ണ സ്വാമി എന്നുള്ള ഒരു ഡയറ്റി പേര് പറഞ്ഞത് ரொம்ப കുറവായിരിക്കും. നവനീത ഗോപാലകൃഷ്ണൻ அப்படியெல்லாம் தான் പോകുന്നില്ല. ദേവതയെ നിന്നുണ്ടാക്കിയിരിക്കാൻ പടുത്തിട്ടല്ല. ഇപ്പോൾ കാണപ്പെട്ട കവചം, പൊള്ളിയിൽ പൊട്ടിക്കിട്ട കവചം ദേവതയ്ക്ക് അന്നേക്ക് ഉണ്ടാക്കിന കവചമാക്കും ഇപ്പോഴും ഇരിക്കുന്നത്. സ്വർണ്ണപ്പണ്ടം എല്ലാം அந்த ദേവതയോട് പ്രധാന വഴിപാട് ഉത്സവം ചൊല്ലപ്പെട്ടത് കോവിലിൽ ഞങ്ങൾ കാർത്തിക ഉത്സവം മറ്റേ ആനുവൽ ഡേയിലേന്ത് സ്റ്റാർട്ട് പണി അഷ്ടമിരോണി കഴിഞ്ഞാൽ നവരാത്രി കഴിഞ്ഞാൽ ഒരു കളഭം കഴിഞ്ഞാൽ കാർത്തിക കഴിഞ്ഞാൽ ശാസ്താപ്രതി. இதுக்கு முன்னால் கோவிலில் 2 கும்பாபிஷேகம் என்னோட ஓர்மையில் കഴിഞ്ഞിருக்கு. ദാറ്റ് ഈസ് 1994 ആൻഡ് 2011. ഇപ്പോൾ ഞങ്ങൾ பண்ண போகிறது 2026 കുംഭാഭിഷേകം பண்ணுற ആക്ഷൻ പ്ലാനിൽ ഇരിക്കും. இந்த ദേവതയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമായി എടുത്തു ചൊല്ലേണ്ടത് എന്നായിട്ട് കഴിഞ്ഞാൽ ശാന്തമൂർത്തിയൊക്കെ വരും. ആ ശാന്തമൂർത്തിയും ചൊല്ലക്കാരണം
ഏറ്റവും ആദ്യമായി ഒരു പ്രശ്നം വെക്കുന്ന സമയത്തിൽ ഒരു എംബ്രാന്തിരി നിലയ്ക്ക് ഒരു പ്രശ്നം വെച്ചത് നാണപ്പ ജോസിയരായിരുന്നാർ. അവർ കൊടുങ്ങല്ലൂർ നാണപ്പ ജോസി ഭയങ്കര ഫേമസ് ആയിരുന്നാർ. അവരുടെ കാലഘട്ടത്തിൽ അവർ ചൊന്ന ഒരു വാക്കായിരുന്നത് ഇതിൽ ദേവതയെ വളരെ ശാന്തമൂർത്തിയാക്കും, ശാന്തമൂർത്തിയാനത്തെയാക്കും നീങ്കെല്ലാം ഇവിടെ സുഭിക്ഷമായിരിക്കണം എന്നുള്ളത്. അന്തകാലത്തിൽ എന്നോട് ഓർമ്മ ശരിയാറ് വർഷം തർക്ക വിഷയങ്ങൾക്ക് പുരുഷസൂക്ത വിധാനയിൽ ജപം പണിനാൽ அந்த தர்க்க விஷயங்கள்லாம் எல்லாருக்கும் சுவாதீകരിക്കപ്പെട്ടിരിക്കും എന്നുള്ളതൊക്കെ എത്ര വലിയ തർക്ക വിഷയമാനാലും അത് തീർത്തു കൊടുത്തിരിക്കാമെന്നുള്ളതാക്കും ഐതിഹ്യം. അതുകൊണ്ടാക്കും അന്നേക്കൊരു കാലത്തിൽ എങ്ങളുടെ കുളത്തൊക്കെ പേര് വേറെ എങ്കിൽ ഇരിക്കാതെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഹൈക്കോർട്ട് കുളം എന്നാക്കും പേര്. ഹൈക്കോർട്ട് കുളം എന്ന് പരക്കാരൻ മെയിനായിട്ട് ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്ത് വിധി സമ്പാദിച്ചിട്ടാക്കും ഹൈക്കോർട്ട് കുളം വച്ചത്. അന്ത തർക്ക വിഷയങ്ങളും അന്നെങ്കിൽ ഉത്ഭവത്തേക്ക് പരിഹാരം കണ്ടത് എന്താ ഗ്രാമദേവതയേക്കും. പുറമേ കുട്ടികളെല്ലാം നല്ല രീതിയിൽ ഉയർത്തത്തേക്കും അവരത് ചെയ്തിരിക്കായില്ല. കോവിലിലെ നിത്യനിദാന പൂജ പണ്ട് കാലത്തിലുള്ള നിയമിതമല്ലാട്ടാലും മുടക്കം വരുത്താക്കി ഞങ്ങൾ പൂജ പണി നിൽക്കും. കാലമേ 6 മണിക്ക് പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ മൂലമന്ത്രത്തോടു കൂടിയുള്ള ജപം നടക്കരുത്. 8:30 വരെ കോവിലിരിക്കും. അത് കഴിഞ്ഞ് സായങ്കാലം 5:30 തുടങ്ങിക്കഴിഞ്ഞാൽ സായങ്കാലം 7 മണി വരെ ഇരിക്കും. എങ്ങളോട് ആഴ്വാർ ശ്രീകാന്ത് ആഴ്വാരാക്കും. ഗ്രാമവാദ്യാർ ചൊല്ലപ്പെട്ടത് ബാല ഗണപതിയാക്കുമതിൽ ഇരിക്കപ്പെട്ടവർ. ഇപ്പോൾ വണ്ണപ്പെട്ടവർ മറ്റേ രവി ബിരാക്കുമ്പത്തെ പൂജക്കാരൻ. അതുക്ക് പിന്നാലെ അഖിലേഷ് പണിയന്താർ. അതുക്ക് പിന്നാലെ കണ്ണൻകുട്ടി പണിയന്താർ. അതുക്ക് പിന്നാലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇഞ്ച പൂജ പണിന രാമസ്വാമി വാദ്യാർ, വാസുവാദ്യാർ, ഇവെല്ലാം ഇഞ്ച പൂജ പണി അനന്തനാരായണീയർ, രാജൻ. എന്നോട് ഓർമ്മയിലുള്ളതൊക്കെ ഞാൻ കൊണ്ടുപറയാനല്ല. ഇവെല്ലാം നമുക്ക് ഇഞ്ച പൂജ പണി ദേവതയെ എന്ത് ലെവലിലേക്ക് എത്തിച്ചിരിക്കാം. ഇங்கே വില്ലേജ് ചൊല്ലിക്കഴിഞ്ഞാൽ വില്ലേജ് ഉള്ളിടത്തേക്ക് പിന്നാലെ 6 ഗ്രാമമാക്കും ഒരു ബ്രാഹ്മണ സമൂഹമുണ്ട്. കാവശ്ശേരി ബ്രാഹ്മണ സമൂഹം. കാവശ്ശേരി ബ്രാഹ്മണ സമൂഹത്തിന് കീഴെ പ്രതിഷ്ഠ അങ്ങ് ശിവനാക്കും. ശിവരുടെ കീഴിൽ 6 കോവിലുകളാക്കും ഉള്ളത്. അങ്ങേന്ന് ശിവർ, ഗണപതി, അങ്ങേന്ന് കൃഷ്ണൻ, രാജവാഴ്സ്വാമി, പോറക്കുളത്തിൽ ഗണപതി, മുല്ലയ്ക്ക ഗ്രാമത്തിലെയും കൃഷ്ണർ, മറ്റേ കോങ്ങാളക്കോട്ടിലെയും കൃഷ്ണൻ, പ്ലസ് പരക്കാട് ദേവസ്വത്തോട് എങ്ങളുടെ ഏറ്റവും പ്രധാന ഉത്ഭവം ദേവതയാണ് ഭഗവതി കൊല്ലപ്പെട്ടത്. പരക്കാട്ട് ഭഗവതിയാക്കും. പരക്കാട്ട് പൂരം, പരക്കാട്ട് കാവശ്ശേരി പൂരം ഫേമസ് ആക്കും. വെടിക്കെട്ട് പാരക്കടത്തേക്ക് ലോകത്തിന് എല്ലാവരും വരപ്പെട്ട ഒരു സ്ഥലം, ആസ്വദിച്ച് പോകപ്പെട്ട സ്ഥലവും പരക്കാട്ട് കാവാക്കും. ഫോളോഡ് വിത്ത് കിട്ടട്ടിയുള്ള എങ്ങളോട് അയ്യപ്പങ്കാവ് അടുത്തുള്ള ക്ഷേത്രമാക്കും. இந்த ഗ്രാമത്തിലെ ഏതാണ്ട് ഒരു 24-25 ഫാമിലി ഇരുന്ന அந்த 24-25 ഫാമിലിയിൽ എല്ലാവരും നല്ല രീതിയിൽ അവ ഉയർന്നിരിക്കാം. അത് ചൊല്ലാണ് ഒരു കാവശ്ശേരി ബ്രാഹ്മണ സമൂഹം ചൊല്ലുന്ന സമയത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നായിട്ടാണ് വേദപണ്ഡിതന്മാരോട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായത് കാവശ്ശേരി ബ്രാഹ്മണ സമൂഹം. കൽപ്പാത്തിയിലെ കല്ലുവെച്ച് വാരം, പാലക്കാട്ടിലെ കല്ലുവെച്ച് വാരം തെറ്റിക്കഴിഞ്ഞാലും അത് തെറ്റിതിരുത്തി കൊണ്ടുപോകത്തുള്ള അതോറിറ്റിയുള്ള ഗ്രാമമായിരുന്നത് കാവശ്ശേരി ബ്രാഹ്മണ സമൂഹം. ഒരു കാലത്തിൽ കല്ലുവെച്ച് വാരം വെച്ച് അങ്ങ് തെറ്റി അത് കംപ്ലീറ്റ് മണ്ണാക്കി ഇഞ്ചേൻ്റെ രാത്രി 1 മണിക്ക് അങ്ങേൻ്റെ കാറെ കൊണ്ടുവന്ന് മുല്ലയ്ക്ക ഗ്രാമത്തിലെ വെങ്കിച്ചമ്പാദ്യാർ എങ്കിൽ ഗ്രാമത്തിലേക്ക് இருந்தார் ഒരു കാലത്തിൽ. അത് വെങ്കിച്ചമ്പാദ്യാർ വന്നിട്ടാക്കും அந்த കല്ലുവെച്ച് വാരത്തെ കറക്റ്റ് മണ്ണാൻ. എங்கள் ഗ്രാമത്തെക്കുറിച്ച് ചൊല്ലാണാൽ 2 പ്രധാനപ്പെട്ട വൈദികളായിരുന്ന ചിദംബരവാദ്യാർ എന്ന ചെല്ലമ്പാദ്യാർ. അവർ വൈദികത്തിലെയും പണ്ണിവെക്കരവാദത്തിലെയും പരിഹാരഹോമം പണ്ണിവെക്കരത്തിലെയും അവർ എക്സ്പെർട്ടായിരുന്നാണ് വൈദിക ലെവലിൽ. പിന്നെ ശേഷഗിരി വാദ്യാർ ചൊല്ലുക, അവർ മന്ത്രവാദത്തിലെ എക്സ്പെർട്ടായിരുന്നാണ്. അന്ന കാലത്തിൽ എന്ന മന്ത്രവാദം ഏത് ഭയപ്പാടുണ്ടാനാലും അവർ ജപിച്ച് വിഭൂതി പോട്ട് കഴിഞ്ഞാൽ അത് ഭേദമായിരുന്നത്. அதுக்கப்புறம் அந்த தலைமுறையில் எங்கள் கிராமம் வெல் பேலன்ஸ்டு ஆக்கும் போத் இன் தி கமர்ஷியல் ஆக்டிவிட்டீஸ் ஆஸ் வெல் ஆஸ் தி அட்மினிஸ்ட்ரேஷன் அண்ட் ஒஃபிஷியல் கெப்பாசிட்டியில். பேரெடுத்து சொல்லனால் KPK குட்டி அவர் யுஎன்ஓட சீஃப் எடிட்டராக இருந்தார். இந்திரா காந்தி பிரைம் மினிஸ்டராக இருக்கிற காலத்தில் அவராக இருந்தார். அவரோட இந்திரா காந்தியோட எடிட்டிங் ரிப்போர்ட்லாம் பண்ணியிருந்தார்.
KV Chalam Bengalajalam Julua அவர் சிம்சன் குரூப்பில் ஜெனரல் மேனேஜராக இருந்தார். அம்பி மாமா சொல்லுவா திருச்சூரில் அவர் சொந்தமாக ஒரு டிரான்ஸ்போர்ட் கம்பெனி நடத்தியிருந்தார். சீதாராமையர் சொல்லுவா அவர் போஸ்ட் மாஸ்டர் ജനറലായിട്ട് റിട്ടയർ பண்ணியிருந்தார். ചെറമ്പറ മാസ്റ്റർ എന്ന് ചൊല്ലുക അവരൊക്കെ ആദ്യം പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ സ്വന്തமாக ടെലിവിഷൻ ഉണ്ടാക്കിയ ഒരു വ്യക്തി. அதுக்கப்புறம் கீழே போய் കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് അഡ്വക്കേറ്റാണ് அந்த സമൂഹത്തിൽ പാസ്സാന മണിക്കുട്ടി മാമ. മിലിറ്ററിയിലെ 3 ഇന്ത്യ പാകിസ്ഥാൻ വാർ പങ്കെടുത്ത 3 പേരും இந்த ഗ്രാമത്തെ ചേർന്ന് വാളാക്കും. KN കൃഷ്ണൻ, KV കൃഷ്ണൻ, KS കൃഷ്ണൻ ആൻഡ് വീരരാഘവൻ, ശിവരാമയ്യർ. 4 പേരും ഇന്ത്യ മിലിറ്ററിയിലെ ഇൻഡോ പാകിസ്ഥാൻ വാർ വരത്തെ പങ്കെടുത്ത ആൾക്കാരായിരുന്നു. அந்த தலைமுறைയുള്ള ആൾക്കാരെയൊക്കെ ഞാനിത് കൊണ്ടുവന്നேன். ஹோட்டல் பிஸ்னஸ் எடுத்து பார்த்தீங்கன்னா அந்த தலைமுறையிலே 8 பேர் கிராமத்துக்கு வேறு இருந்து மெட்ராஸில் போயிட்டு நன்னா சம்பாதிச்சப்பட்ட ஒரு மாமாயன் வாத்தியார் இருந்தார், தொப்பளாம் வாத்தியார். அதுக்கு ശേഷമുള്ള രണ്ടാമത്തെ തലമുറയാക്കും എന്നോടെല്ലാം ഒരു ഗ്രൂപ്പ് 60 വയസ്സുക്ക് മേലെയുള്ള ഒരു ഗ്രൂപ്പ് ഇന്നേക്കും അതിലെ பிஸ்னஸில் எக்ஸ்பான்ஷன் பண்ணி இருக்கப்பட்ட ஆட்காரெல்லாம் இருக்கா. சேபோட் திருப்பூர் லாட்ஜ் எங்கள் குரூப்பில் இந்த கிராமத்திலேயாக்க அவரோட ஒரு வேரோட்டம் இருக்கிறது. പിന്നെ அந்த കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് അറ്റംപ്റ്റ് എടുത്തതും KS അനന്തനാരായണൻ മോഹൻ ജനോടുത്തനാനന്ദ எங்கள் கிராமத்தில் இருந்தால் ஃபஸ்ட்டு இன்ஜினியரிங் சமூகத்திலேருந்து பாஸ் ஆகி போயிட்டேன். அதுக்கப்புறமா அந்த தலைமுறைக்கு ശേഷം വന്നിരിക്കപ്പെട്ട இந்த தலைமுறையில் எடுத்து பார்த்து കഴിഞ്ഞാൽ എന്നോടെല്ലാം വിട്ടോട് തലമുറയിൽ பார்த்தா ഒരുപാട് കുട്ടികൾ അതിൽ മറ്റേ പഠിച്ച് നല്ല രീതിയിൽ വന്നിരിക്കാതിൽ அந்த தலைமுறையில் എന്നോട് ഏജ് ഗ്രൂപ്പിൽ തന്നെ എടുത്ത് பார்த்து കഴിഞ്ഞാൽ ബിസിനസ് ലെവലിൽ വളരെയധികം നൈപുണ്യം സംഭവിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം പേരെടുത്തവ ഇരിക്കുക. ഫാർമസ്യൂട്ടിക്കൽ ലെവലിലെല്ലാം ആൾ ഇന്ത്യ ലെവലിൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളവ, ബിൽഡർ ദാറ്റ് ഈസ് സിവിൽ കൺസ്ട്രക്ഷനിൽ ഇന്ത്യയിലെ പേരെടുത്ത വായിരിക്കുക. രാജനാരായണൻ ചൊല്ലുക ഹൈദരാബാദിലെ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ ശങ്കർ ആൻഡ് മഹാദേവൻ ചൊല്ലുക അവളെ മറ്റേ അവളാണ്ട് ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ ഫാർമസ്യൂട്ടിക്കൽ ലെവലിലെല്ലാം പേരെടുത്ത് ഇരിക്കപ്പെട്ട ആൾക്കാരൊക്കെ. അത് കഴിഞ്ഞ് വരപ്പെട്ട ഒരു തലമുറയാക്കും ഇപ്പോഴത്തൊരു 60 വയസ്സ് കീഴെ വരപ്പെട്ട ഒരു തലമുറ ഇരിക്കുന്നതിൽ அந்த தலைமுறையை க்ளோஸாக அசோசியேட் பண்ணி பார்த்து കഴിഞ്ഞാൽ மியூசிஷியன் லெவலில் பேரெடுத்து பார்த்து കഴിഞ്ഞാൽ പടയപ്പാല പാടുന്ന ശ്രീറാം, KV ശ്രീറാം ഫ്രം ഓട്ടുപുറ വില്ലേജ്, KV ഋഷി കാരക്കുടി മണിയോട് ശിഷ്യനായിട്ട് മൃദംഗത്തിൽ പേര് എടുത്തു പറയാൻ. പുറമെ മെഡിസിനിലെയും എங்கள் ഗ്രാമത്തിന് ഡോക്ടർ ഭാഗം പാസ്സാകാൻ 4 പേര് പാസ്സായി പോയേച്ച് ഇല്ലേ. മെഡിസിൻ എൻട്രൻസ് എഴുതി പാസ്സായി പഠിച്ച് ഡോക്ടറാக ப்ராக்டிஸ் பண்ணியிருக்கா. നിറച്ചും പേർ சார்ட்டர்ட் அக்கௌண்டൻ്റാக இருக்கா. பேங்கில் பேர் எடுத்து வச்சானே ஒருபாடு சமயம் போன சொல்லலை, அவெல்லாம் டச் பண்ணிட்டு தான் போகிறேன். சார்ட்டர்ட் அக்கௌண்டൻ്റാக இருக்கா. நிறச்சும் பேர் என்ஜினியராக இருக்கா இந்த ஃபீல்டில் வந்துட்டு. പുറമെ கிராமத்தில் വേറൊരു പ്രധാനപ്പെട്ട ഒരു ഒറിജിൻ பார்த்து കഴിഞ്ഞാൽ அந்த கிராமத்துக்கு ഒരു 250-300 വർഷത്തോട് പഴക്കമിരിക്കുന്നാക്കും അതിൽ എനിക്ക് മനസ്സിലാക്കപ്പെട്ടത്. 300 വർഷத்துக்கு മേലെ ആയിരിക്കും. ഞങ്ങൾ 2026 കുംഭാഭിഷേകത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട വലപ്പെട്ടത് തന്നെ കോവിലിലെ നിത്യനിദാന പൂജ മുടക്കമില്ലാക്കി കഴിയണമെന്നുള്ള ഒരു ആഗ്രഹമാക്കും. അതോട് ഭാഗമായിട്ടാക്കും அந்த கலெக்ஷன் ட்ரைவ் ஸ்டார்ட் பண்ணி முன்னாக்கம் கொண்டு போகணும்னு சொல்லிட்டாங்க வச்சுருக்கோம். எகெயின் வைதிகபரமான காரியத்தை சிந்தித்து பார்த்து കഴിഞ്ഞാൽ நிறைய பேர் இந்த கிராமമായി ബന്ധപ്പെട്ട് വൈദികത്തിൽ പേരെടുത്തിരിക്കുക. സുബ്ബരായ ഗണവാടികൾ അവർ മദ്രാസിക്കെല്ലാം പോയി ശങ്കരാചാര്യ മഠത്തെല്ലാം പോയിട്ട് വൈദികമായിട്ട് എല്ലാം നല്ല പേരെടുത്തിരിക്കാം. ഇതെല്ലാം നമുക്ക് ഗ്രാമത്തെക്കുറിച്ചിട്ടുള്ള കാര്യം. ഇനി സമൂഹത്തെക്കുറിച്ച് ഒതൻറ്റിസിറ്റിക്കാ പേശத்துக்கு எங்கள் சீனியர் மோஸ்ட் பர்சன் இருக்கால் எப்படியாக சமூகம் வந்தது கிராமத்தில் எல்லாமாக்கும் கான்ட்ரிபியூட்டர் എന്നുള്ളത് അവർ ചൊല്ലുവാൻ. ഓക്കെ. കാവശ്ശേരി ബ്രാഹ്മണ സമൂഹം അത് പിന്നെ രണ്ടാമത് അത് 6 ഗ്രാമമാക്കും. 3 ഗ്രാമ പാതയ്ക്ക് തെക്കും 3 ഗ്രാമ പാതയ്ക്ക് വടക്കും.
അതിന് ആയിട്ട് അത് 6 ഗ്രാമത്തിൽ കൂടി സുമാർ 500 ഗ്രാം വീട് വെച്ചിട്ട് എല്ലാം നല്ല പൊസിഷനിലിരുന്നാൽ നല്ല ഇതായിട്ടിരുന്നാൽ അത് കഴിഞ്ഞ് കൊച്ചക്കാലം നടന്നിട്ട് ഒരു 6 ഗ്രാമത്തിൽ 6 കൂബിൽ ഇരുന്ന് അത് ഒരു നാളേക്ക് 150 കൊല്ലത്തിന് പിന്നാലെ പല്ലാവൂരിലേത് ഒരു ബ്രാഹ്മണൻ ശിവലിംഗത്തെയും കൊണ്ടുവന്നാൽ ഉച്ചയ്ക്ക് പഴയ ഗേസ്റ്റ്മാരൊക്കെ ഉച്ചയ്ക്ക് ഒരു 12 മണി ആവാത്ത വന്നാൽ അത് ഇവിടെ പാട്ട எங்கள் அப்பாவுக்கு ஒரு சிவலிங்கம் கிடச்சிது காசியிலேருந்து அதை வச்சுட்டு பூஜை வழியில்லை அப்போ சொப்பனம் கண்டது காவசி பிராமண சமூகத்தோட குடும்பம் அவள் பார்த்துப்பா சொல்லிடு அப்படி அந்த இதில் அப்போது இங்கே 6 கிராமத்துக்கு 6 கோவில் இருக்குது அதே பற்றி எல்லாம் பூஜை விலைக்கு நடந்துருக்கு இந்த அடிஷ்னல் கோவில் எப்படி பூஜை நடக்கும் பூஜை நடக்கணுமே அப்போது அந்த கேஸ்டமார் வீரராகவீர் அண்ணாத்திரப்பட்டு அப்படி சேப்பை விட்டு பெரிய கேஸ்டமாக வாங்க அன்னത്തെ காலத்தில் அவெல்லாம் சமூகம் கூட்டிட்டு அன்னത്തെ காலத்தில் ஒவ்வொரு கிராமத்துக்கு பிரத்யேக ஃபண்ட் இருந்தது அந்த ஃபண்டாக போச்சுட்டு அப்போ அதை எல்லாம் வச்சு கன்சால்டேட் பண்ணிவிட்டு ஒரு ஃபண்டாக்கிட்டு காவஸ்ரீ பிராமண சமூகம் இந்த பேரை போட்டு அதை ஸ்கீம் பண்ணான் அப்போ அந்த ஃபண்டில் இதாகும் அவள் ஒரு போஸ்ட் கட் பண்ணி ஒரு ஃபண்ட் உண்டாகி அந்த ஃபண்டில் இருந்தாங்க இப்போ எல்லோரும் போய்விடும் அப்படி அந்த ஃபண்டு அன்னത്തെ காலத்தில் 150 50,000 இருக்கு அது போயிட்டு 10 ரூபாய் உண்டாகி 6000 பாட்டு சம்பாதிச்சார் அந்த பாட்டத்தை சும்மா 6 காலமும் நடந்துருந்தது ஆனால் லேண்ட் ரிஃபார்ம்ஸ் வந்து 1970 அதெல்லாம் போச்சு அதெல்லாம் போயிட்டு பிராமணா கோவிலெலாம் பட்டினியாச்சு அதுக்கு சேஷமாக இப்போ யங்ஸ்டர்ஸு எல்லாம் கூட்டி ஒரு ஃபார்ம் பண்ணி செப்பரேட்டு 6 கிராமத்துக்கு 6 அசோசியேஷன் ஃபார்ம் பண்ணி அப்படி பூஜை எடுத்துட்டு போகாது இன்னும் இம்ப்ரூவ் பண்ணணும் எல்லாமே யங்ஸ்டர்ஸ் நல்லா ஒர்க் பண்ணுறாள் ஆனஸ்டாக சின்சியராக ஒர்க் பண்ணுறாள் இருந்தாலும் ஈஸ்வரன் விചാരിക്കണം என் பேர் பாலசுப்ரமணியம் அதில் இந்த இப்போத்த ஜெனரேஷன் கேப்பில் ஒராளை சொல்ல 1-2 பேர் சொல்ல விட்டு போச்சு ஒன்று எஜுகேஷன் ஃபீல்டில் சொந்தமாக ஸ்கூல் டெவலப் பண்ணி உத்தரப்பிரதேசில் போய் ஸ்கூல் தொடங்கி ஸ்கூலில் எஸ்டாப்ளிஷ் பண்ணேனாக்கம் கே ராமச்சந்திரன் அவர் சொந்தமாக அங்கே போய் ஸ்கூலு திறந்தார் ഞാൻ വില്ലേജ് சொல்கிற சமயத்தில் எங்கள் வில்லேஜோட ஸ்டார்டிங் ஃப்ரம் நார்த்தர்ன் டைரக்ஷன் ஐ ஆம் கம்மிங் திஸ் சைட் பரசுராம சாஸ்திரிகள் ராமசாமி வாத்தியார் சொல்லுவா செகண்ட் ஹவுஸ் அம்மாஞ்சி வாத்தியார் மாதுபூதேஸ்வர ஐயர் நெக்ஸ்ட் ஹவுஸ் வெங்கடாஜல சாஸ்திரிகள் சேஷகிரி வாத்தியார் இட்டேக்கோடு வைத்திலிங்க பட்டர் வெங்கடாஜல பட்டர் நாராயண பட்டர் வைத்தியநாத பட்டர் நாராயண ஐயர் நாராயண மாஸ்டர் சுப்பிரமணிய ஐயர் வரதராஜ ஐயர் பிச்சை அண்ணா நாராயண ஐயர் சிதம்பர பட்டர் ஐயா பட்டர் மாஞ்சீஸ்வர சாஸ்திரிகள் மூகாம்பி ராமையர் சுப்பிரமணியர் രാമസ്വാമി അയ്യർ വാഞ്ചി അയ്യർ ഇവാളാക്കം പക്ഷേ ഇവാളാക്കം അന്നേക്ക് ഗ്രാമത്തിൽ നിന്ന് പ്രധാന ആൾക്കാർ ചൊന്നത് ഒന്നുകൂടെ അഡീഷനൊക്കെ കറക്റ്റ് മണി പറയുന്നത് ദെൻ ഞങ്ങളിപ്പോൾ അന്ന് 28 வீடு இருந்தது கிராமத்தில் பிராமணா இருந்தால் இப்போ அதில் 15 வீடு தான் இருக்குது பிராமின்ஸ் ஆக்குபை 34 வீடு டோட்டல் ஸ்ட்ரென்த் இருக்குது அதில் 15 வீடு தான் அப்ராக்சிமேட்லி பிராமின்ஸ் இருக்கா ബാക്കിയെല്ലാം നോൺ ബ്രാഹ്മിൻസ് இருக்கா എന്നിരുന്നാലും അവളോട് നല്ല രീതിയിലുള്ള ഒരു സഹകരണം നടക്കരുത് ബ്രാഹ്മിൻസുള്ള കാര്യമില്ലേ പരമ്പരാഗതമായിട്ട് இந்த கோவிலுக்கு அரிசியும் எண்ணெயும் எல்லாம் வருஷங்களாக கோவிலுக்கு வேண்டி அவள் இங்கே கொடுத்துட்டு இருக்கா கிராமத்துக்கு வேண்டி அங்கே காஸ்ட்டு அப்படி ஒன்றும் இல்லை இந்த கிராமத்தில் ஏது ஃபங்க்ஷன் உண்டானாலும் அங்கே மற்ற பிராமின்ஸையும் நான் பிராமின்ஸும் அப்படி வேறுதீர்வொன்றும் இல்லை அவளெல்லாம் சேர்த்தி தான் நாங்களும் வழக்கமுள்ளதில்லை இந்த வாட்டி 2026 കുംഭാഭിഷേകத்துக்கு ഞങ്ങൾ എപ്പടി ആക്ഷൻ പ്ലാൻ പോട്ടും കേട്ടാൽ ട്രഡീഷണലായിട്ട് വൈദികപരമായിട്ട് ആഴ്വാരട്ട കേട്ട് 5 നാൾ കുംഭാഭിഷേകം വെച്ചാൽ 5 നാൾ ശാസ്ത്രപ്രകാരം 7 നാളേക്ക് വെച്ചാൽ 7 നാളേക്ക് വൈദിക കാര്യத்துக்கு ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് അതുമല്ല இந்த கிராமத்தோட கல்ச்சரல் ப்ரோக்ராமில் ஒரு നല്ലൊരു മ്യൂസീഷ്യനും ഒരു മൃദംഗിസ്റ്റെല്ലാം ചെന്ന് ഡെവലപ്പ് பண்ணி പോണത്താൽ അവൾക്കെല്ലാം പ്രാധാന്യം കൊടുത്ത് ലോക്കലിലെല്ലാം പ്രാധാന്യം കൊടുത്ത് ഇതാക്കും നടത്തുന്ന ഉദ്ദേശം പുറമേ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നായിട്ട് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ
காபശ്ശേരി ஒட்டுப்பேர கிராமத்துக்கு எப்படி வருது എന്നുള്ള ஒரு ഏറ്റവും പ്രധാനപ്പെട്ട ஒரு ചോദ്യം இருக்குது. காரணம் கேட்டால் പരമ്പരാഗതമായിട്ട് அந்த ஸ்டெப்ஸ் அங்கே இருக்குது. அந்த ஸ்டெப்ஸ் புறம் வரத்துக்கு ഏറ്റവും വലിയൊരു കൺസ്ട്രെയിൻ്റ് ആക്കും. ഞങ്ങൾ അതിനോട് ചിന്തയിലാക്കും அந்த സ്റ്റെപ്സ് எப்படி സിംപ്ലിഫൈ பண்ணி கிராமத்துக்கு வண்டியை கொண்டு வருது എന്നുള്ളതാക്കും. പിന്നെ எங்களுக்கு ഏറ്റവും ஒரு விஷயம் என்ன கேட்டால் சமூக மடம் சமூக கோவில் இருக்குது. கிராமத்தில் எங்களுக்கு சொந்தமாയിട്ട് பூஜைக்காரனுக்கு இருக்கிறதுக்கு ஒரு வீடு இல்லை എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്ട്രെയിൻ്റ് இருக்குங்க. അപ്പോൾ அதை எப்படி சால்வ் பண்ண முடியும் എന്നുള്ള அதை பர்ச்சேஸ் வாங்கி ഞങ്ങളതൊരു വീട് സെറ്റ് പണി സമൂഹത്തിற்கு തനിയെ ഒരു വീട് ഉണ്ടാക്കുന്നதுக்கு വേണ്ടി ഗ്രാമക്കാരനുக்கு ഒരു വീട് ഉണ്ടാക്കുന്നതുக்கு ഒരു പ്ലാനാക്കും. പുറമേ இந்த പാട്ട് என்னடா ദൈവപ്രശ്നം വെക്കുന്ന സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതുമായി ചിന്തിച്ച് ഒരു വൺ ടൈം സൊല്യൂഷൻ. കാരണം ഇപ്പോൾ ഞാൻ അതിനോട് ബുദ്ധിമുട്ട് എന്നാക്കുന്നുള്ളത് ഞാൻ അനുഭവിக்கிறேன் കൺസ്റ്റൻ്റ്. ഇനി വരും തലമുറയ്ക്ക് അന്തൊരു ബുദ്ധിമുട്ട് വരാക്കി വരും തലമുറയെ വളരെ സിമ്പിളായിട്ട് കോവിലെ കൊണ്ടുപോകുന്ന മാതിരിയുള്ള ഒരു ഗ്രൗണ്ട് വർക്കാக்க ഞങ്ങൾ பண்ணணும். இந்த கமிட்டி நடத்திட்டு இருக்கோம். வரும் தலைமுறை நாளைக்கு ஒரு புத்திமுட்டு பாரலை எங்களுக்கு கஷ்டமாச்சு എന്നുള്ള ചിന്ത ഒരു പാറலை. അപ്പോൾ വരും തലമുറയ്ക്ക് നല്ല രീതിയിൽ അത് കോവില നടത്തുறதுக்கு പെർമനൻ്റാக നിത്യനൈവേദ്യം പഴയ രീതിയിൽ കൊണ്ടുവരത്തുക്കും പഴയ സിസ്റ്റത്തെ കൊണ്ടുവരത്തുക്കും ഉള്ള ഒരു ആക്ഷനാണ് നടക്കുന്നത്. എഗെയിൻ ഇപ്പോൾ കളഭം വരെ പോകുന്നത് இந்த வாட்டி நவராத்திரி കഴിഞ്ഞാൽ அந்த களபத்துக்கு இந்த வாட்டி போன 2 வருஷமாயிட்டாக அந்த ஸ்டெப்ஸ் எல்லாம் மாறுத்து களபத்தோட வைதீகம். இந்த வாட்டி களபத்துக்கு ഞങ്ങൾ ഒന്നുകൂടി 1 സ്റ്റെപ്പ് എബോ ഗ്രാമത്തിൽ இந்த 6 ഗ്രാമത്തിലെ നടത്താത്ത ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് വേദപാരായണം അശ്വമേധ പാരായണം 1 and 2 ரொம்ப கஷ்டமான ப்ராஜெக்ட் ஃபாலோடு வித் சூரிய நமஸ்காரம் நெக்ஸ்ட் டே மார்னிங் இதெல்லாம் நடத்த மாதிரி பிளான் இருக்குது. இந்த கோத்திரம் കണ്ണോ ഗോത്രമായിരിക്കും മെജോറിറ്റി. പിന്നെ അടിമക്കാവ് ഓരോരുത്തർക്കും ഓരോന്നാക്കും. ലേഡീസ് ആക്ടിവിറ്റി ഇഞ്ചെ ഇവാൾ കോവില ഡെയിലി ആകറന്നക്കെല്ലാം വിഷ്ണു സഹസ്രനാമം പാരായണം പണ്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾ നാരായണീയം പാരായണം നടത്തണം. പിന്നെ രണ്ടാമത് കർക്കിടക മാസത്തിലെ രാമായണ പാരായണം നടന്നത്. അത് ശരിക്കും ഗ്രാമക്കാരെല്ലാട്ടാലും അവ വെളിയിൽ നിന്ന് വന്നോളാൻ പണ്ണ വളരെ ശ്രദ്ധയോട് കൂടിയാക്കും പണ്ണിന. പിന്നെ പാലക്കാടിലേന്ത് എപ്പടി കാവശ്ശേരിക്ക് വരുത് എന്നുള്ളൊരു ചോദ്യം ഇരിക്കും. പരക്കാട്ടാവ് വരയ്ക്കാൻ വരുവാക്കും. അപ്പുറം വരാത്തൊരു കൺസ്ട്രെയിൻ്റ് ഇരിക്കും. എங்கே വരാനാലും പൂജക്കാരനോട് നമ്പർ ഇതിൽ இந்த ലെറ്ററിൽ ഇരിക്കും. കൂട്ട് കഴിഞ്ഞാൽ എங்கள் ഓഫീസ് പേര് നമ്പർ കടന്നു കഴിഞ്ഞാൽ പാലക്കാടിലേന്ത് നേരെ കാവശ്ശേരിക്ക് ഡയറക്റ്റ് ബസ് ഇരിക്കും. വന്നിറങ്ങി കഴിഞ്ഞാൽ കോവിലുക്ക് വന്നിக்கலாம். തൃശ്ശൂരിലേന്തും എല്ലാം തൃശ്ശൂരിലേന്ത് വരാനാണ് ആലത്തുള്ള വന്ന് ഇറങ്ങலாம். അങ്ങനെ ഓട്ടോ എടുത്ത് വരാം. ആലത്തുള്ളിലേന്ത് പാലക്കാടിലേന്ത് വരാനാണ് ആലത്തുള്ള വന്ന് ഓട്ടോ എടുത്താൽ നേരെ ഓട്ടോ ഇതുവരേക്കും വരും. എന്താ ഗ്രാമത്തിൽ ചേർന്നവാളെ കുറിച്ചുള്ള ഞാൻ ഇൻട്രഡക്ഷൻ കൊണ്ടുവന്നതിൽ ഓരോരുത്തർ ഓരോ ഇരിക്കാജനത്തിൽ ഒരു ഗ്രാമത്തിൽ ചേർന്നവാളാക്കും ചമയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ 2 പേർ എങ്കിൽ ഗ്രാമത്തിൽ നിന്നാണ് പോയിരിക്കുക. ഒന്നിതാ നമ്മൾ പ്രസിഡൻറ്റ് സുബ്രഹ്മണ്യൻ പിന്നെ മംഗലത്തിലേന്നുള്ള ഗുരു പരമ്പരാഗതമായിട്ടും അവരും ഗ്രാമത്തിൽ ചേർന്നവരാക്കും. അവരും ചമയലിൽ കൊണ്ടുപോയിരിക്കാൻ. പാലക്കാടിലേന്നുള്ള ശ്രീകാന്ത് ആഴ്വാരും മലഗണപതിയും താൻ എங்களுக்கு സ്ഥിരമായിട്ട് വൈദികരായിട്ട് വന്നിരിക്കുക. என் பேர் சுப்பலட்சுமி. கோவிலில் பொதுவாக എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ട്. അതായത് നവരാത്രി പിന്നെ വൃശ്ചികത്തിൽ കാർത്തിക വിളക്ക് കളഭം എല്ലാം നടക്കാറുണ്ട്. പ്രത്യേകം എല്ലാവരും വന്ന് മുന്നിട്ട് പ്രത്യേകമായി നടത്താറുണ്ട്. പിന്നെ ചിദംബരവാദ്യാരത്ത് മാട്ടപ്പണുമ്മ എല്ലാ വിശേഷത്തിനും വന്ന് വേണ്ട സഹായങ്ങളെല്ലാം എല്ലാവരും ചെയ്യാറുണ്ട്. അവിടുത്തെ பேர் சீதாராமன். இந்த கோவிலுங்கிட்ட தான் இருக்கேன். இடது பார்த்து ஆதித்த வீடு. இந்த பகவான் ரொம்ப சக்தியுள்ள பகவான். இந்த கமிட்டி பக்தி சத்தியா காரியங்கள்லாம் ஒன்றா நடத்திட்டு வரோம். எல்லாருக்கும் நல்லது வரட்டும். என்னோட பேர் வித்யாவக்கும். என்னோட மாமியார் இந்த கிராமம்தான். நான் இந்த ஓட்டுப்புற கிராமத்துக்கு மாட்டுப்பொண்ணாக வந்தது ரொம்ப பாக்கியம் பண்ணியிருக்கேன். இந்த கிருஷ்ண பகவான் வந்து எல்லாருக்கும் நல்ல பாக்கியத்தை தரட்டும்னு பிரார்த்திச்சுக்கிறேன். நான் இங்கே கல்யாணம் பண்ணி வந்து 6 வருஷம் தான் இருந்தேன். ஆனாலும் 6 வருஷமும் ரொம்ப எல்லாம் நன்னா நடந்தது. பண்டே ரொம்ப நன்னா நடந்திருந்து. ഓരോ നാളേക്ക് നവരാത്രിക്ക് ഓരോ പലഹാരവും ആത്തിലേന്ത് കൊണ്ടുവെപ്പ ഓരോ ആത്തിലേന്തും കൊണ്ടുവെപ്പ. இப்போ தான் அதெல்லாம் ஏற்பாடு பண்ணி கேட்டரிங்கில் கொடுத்து எல்லாமே பண்ணுறேன். ஆனாலும் ரொம்ப நல்ல கிராமமாக்கும். அதுக்கு நமஸ்காரம். நமஸ்காரம். என்னோட பேர் கோபாலகிருஷ்ணன். ഞാൻ ഇങ്ങനെ ചിന്നത്തിൽ ഇങ്ങനെ தான் பிறந்து வளர்ந்துருக்கேன். இப்போ எங்களோட ஆம் வந்து நீங்கள் பின்னாடி பார்த்துட்டு இருக்கிறது தான் எங்களோட ஆம். என்னோடய தாத்தா தான் சிதம்பர வாத்தியார். என்னோடய அப்பாவோட பேர் அனந்தநாராயணன். அப்பா வந்து 2001 வரைக்கும் இருந்து அதுக்கப்புறம் காலமாயிட்டார். அப்பா இருக்கிற வரைக்கும் நாங்கள் இதே கோவிலில் தான் ராத்திரி ஸ்கூல்லாம் கழிஞ்சு வந்து இங்கே டியூஷன்லாம் கழிஞ்சு இங்கே தான் அப்பா எங்களுக்கு மந்திரம் எல்லாம் சொல்லிக் கொடுப்பா. இப்போ இந்த கிராமத்துலேயும் நிறைய பேர் வருவா. அதேமாதிரி இந்த மாங்கோட்டு காவல் ஒரு பூஜாரி இருக்கா. அவளோட பிள்ளையும் இங்கே வந்து தான் என்னோடய அப்பாட்ட தான் மந்திரம் எல்லாம் படித்தா. அப்போ நாங்கள் இங்கே அது வரைக்கும் நாங்கள் ருத்ரம் சமகம்
எல்லாம் வரைக்கும் இது வரைக்கும் படிச்சிருக்கோம். அப்போலேருந்து யாரும் அந்த டைமில் என்ன ஃபங்க்ஷன் உண்டுனாலும் என்ன உண்டுனாலும் ஏது வாத்தியார் யார் வந்தாலும் இப்போ இங்கே தான் நாங்கள் ஆற்றுல தான் எல்லாம் பண்ணி எல்லாம் இது பண்ணி நாங்கள் எல்லாம் ரெடி பண்ணி வச்சு விடுவோம். என்னோட அண்ணோட பேர் வந்து சிதம்பரம். நாங்கள் 2 பேர். என்னோடய பேர் முரளி. கிராமத்திலேகம் என்னோட பூர்வீகம். ஆனால் ഞാൻ அந்த பக்கம் வீடு இட்டிட்டு அந்த பக்கமாக தாமசிச்சுருக்கும். எங்கள் அப்பாவோட பேராகும் சிவராமையர். അപ്പോൾ எங்கள் அப்பாவும் രമണി മാമാവും இந்த கோவிலுக்கு வேண்டி ഒരുപാട് പ്രയത്നിച്ചിരിക്കുക. മാത്രമല്ല அந்த ഭഗവാനോட അനുഗ്രഹത്തിൽ ഇപ്പോൾ എനിക്കും കുഴന്തകൾക്കും എന്നോട് പൊണ്ടാട്ടിക്കും എല്ലാം ഒരു പ്രശ്നമില്ലാക്കി പോയിട്ടുണ്ട്. നമ്മളോട് എല്ലാ പ്രാർത്ഥനയും പോകാൻ കേൾക്കാറ്. எங்கள் கிராமத்தை சேர்ந்தவா பழைய தலைமுறையை சொல்ல சமயத்தில் பரசுராம சாஸ்திரிகள் பெரிய சங்கீதஜனாக இருந்தார். அவர் சாமவேதியுமாக இருந்தார் அந்த காலத்தில். പിന്നെ സമൂഹത്തിൽ വൈദികന്മാർ ചൊല്ലുന്ന സമയത്തിൽ വൈദിക സ്രോതസ്സുള്ള സമൂഹமாக இருந்தது. സുബ്രാമ ഗണപാടികളുടെ 1000 പേർ പഠിച്ചിരിക്കാന്നാണ് ചൊല്ലുക. അവരുടെയും പരമേശ്വര ശാസ്ത്രികളുടെയുമായിട്ട് 1000 പേർ പഠിച്ചിരിക്കാന്നാക്കും വൈദികൾ ശിഷ്യന്മാർ പഠിച്ചു പോയിരിക്കാന്നുള്ളത്.